റോസ് അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കേരള PSC സയന്റിഫിക് ഓഫീസർ കെമിസ്ട്രിയുടെ കുറച്ച് PYQs ആണ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വൺസ് റെഗുലർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ കുറച്ച് പ്രോബ്ലം എടുത്തിട്ട് ക്വസ്റ്റ്യൻസിന്റെ രീതിയൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയൊരു ഡിസ്കഷൻ ആണ് ഡെമോ എന്ന ഭാഗം. ഇതിലൊരു ചോദ്യം ഇങ്ങനെയായിരുന്നു: സൊല്യൂഷൻ ഓഫ് HCl ഇൻ വാട്ടർ ഇസ് 10%, ഫൈൻഡ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് HCl. ഇതൊരു +2 ലെവൽ ചോദ്യമാണ് വന്നത്. ആദ്യത്തെ ചോദ്യമായിരുന്നു. മോൾ ഫ്രാക്ഷൻ ആയ ഖൈ എന്ന് പറയുന്നത് കാണാൻ, ഏതൊരു കമ്പണന്റിന്റെയും മോൾ ഫ്രാക്ഷൻ കാണാൻ നമ്പർ ഓഫ് മോൾസ് ആ പെർട്ടിക്കുലർ കമ്പണന്റിന്റെ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ആണ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? HCl 10% ആണെന്ന് തന്നിട്ടുണ്ട്. HCl അങ്ങനെയാണെങ്കിൽ വാട്ടർ, സൊല്യൂഷൻ ഓഫ് HCl ഇൻ വാട്ടർ ആണ്. അപ്പോ വാട്ടർ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 90 ആണ്. കാരണം ടോട്ടൽ കിട്ടണം 90 + 10 100 വരണം. അപ്പോ ഖൈ HCl എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് HCl ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് H2O പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് HCl ആണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് HCl കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? യെസ്, വെയിറ്റ് ഓഫ് HCl ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് HCl. അഗെയിൻ ഇവിടെയും അത് തന്നെ, WHCl ബൈ മോളിക്കുലാർ മാസ് പ്ലസ് WH2O ബൈ മോളിക്കുലാർ മാസ്. അപ്പൊ HClന്റെ വെയിറ്റ് 10 ആണ്. മാസ് ഓഫ് HCl എന്ന് പറയുന്നത് Hന്റെ 1ഉം ക്ലോറിന്റെ 35 പോയിന്റ് കൂടെ ചേർക്കുക. ദാറ്റ് മീൻസ് 36.5 ഡിവൈഡഡ് ബൈ അതേ കമ്പണന്റ് പ്ലസ് വാട്ടറിന്റെ വെയിറ്റ് 90 ആണ്. അതിന്റെ മോളിക്കുലാർ വെയിറ്റ് 2Hഉം ചേർന്ന് 2 പ്ലസ് ഓക്സിജന്റെ 16 കൂടെ ചേർന്ന് 18. സോ 10/36.5 ഡിവൈഡഡ് ബൈ 10/36.5 പ്ലസ് 90 ഡിവൈഡഡ് ബൈ 18 ആണ്. അതെന്ന് പറയുന്നത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്രോക്സിമേറ്റ്ലി അറൌണ്ട് 0.05 ആണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തത്തിൽ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും +2 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, ഡിഗ്രി ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, PG ടൈപ്പ് ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. പിന്നെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ദ ചേഞ്ച് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് റിലേറ്റ്സ് ദ കെമിക്കൽ പൊട്ടൻഷ്യലും കോമ്പോസിഷൻ ഓഫ് മിക്സ്ചറൂടെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് ഓപ്ഷൻ ജിബ്സ് ഹെൽംഹോൾട്സ്, ദെൻ ജൂൾ തോംസൺ, അടുത്തത് ഡെബെ ഹക്കൽ, അടുത്തത് ജിബ്സ് ഡ്യൂഹാം. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ +2ന്റെ ടോപ്പിക് ആണെങ്കിലും ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് വിത്ത് ഡിഗ്രി ലെവലാണ്. അപ്പോൾ കെമിക്കൽ പൊട്ടൻഷ്യലും കോമ്പോസിഷനും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഏതാണ്? ജിബ്സ് ഡ്യൂഹാം മാർഗോൾസ് ഇക്വേഷൻ ആണ്, അല്ലെ? ജിബ്സ് ഡ്യൂഹാം മാർഗോൾസ് ഇക്വേഷൻ ആണ് കെമിക്കൽ പൊട്ടൻഷ്യലും അതുപോലെ തന്നെ കോമ്പോസിഷനും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ജിബ്സ് ഹെൽംഹോൾട്സ് എന്ന് വെച്ചാൽ DG = VDP - SDT ആണ്. ജൂൾ തോംസൺ എന്ന് പറയുന്ന ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ജൂൾ തോംസൺ കോഎഫിഷ്യന്റ്. ഡെബെ ഹക്കൽ മൊത്തത്തിൽ റിലേറ്റ് ചെയ്യുന്നത് അയോണിക് സ്ട്രെങ്ത് ആണ്, ഇലക്ട്രോ കെമിസ്ട്രി റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത്തരത്തിലൊരു ചോദ്യം വന്നു. അപ്പോൾ തെർമോഡൈനാമിക്സിൽ നിന്നൊക്കെ ഇത്തരത്തിൽ നെയിംഡ് ഇക്വേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ തരത്തിലുള്ള ചോദ്യം വരുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? അടുത്തത് ദ കോൺസെൻട്രേഷൻ ഓഫ് എ റിയാക്ടന്റ്. 2 ഗ്രാഫ് തന്നിട്ടുണ്ട്. അപ്പൊ ഗ്രാഫിന്റെ ഒക്കെ ഒരു റെലവൻസ് മനസ്സിലാക്കുക. അപ്പൊ ഇങ്ങനെ 2 ഗ്രാഫാണ് തന്നിരിക്കുന്നത്, കോൺസെൻട്രേഷനും ടൈമും തമ്മിൽ. അപ്പൊ ഇതിന്റെ റിയാക്ഷൻ ഓർഡർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പൊതുവെ ആസ് ദ ടൈം പാസസ് എന്ത് കുറയും? റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കുറയും. പക്ഷെ ഇവിടെ രണ്ടിലും യെസ് റിയാക്ടന്റ് കുറയുന്നുണ്ട്. പക്ഷെ എക്സ് ആക്സിസ് നോക്കിക്കേ, ഒന്നില് റിയാക്ടന്റും രണ്ടാമത്തേല് നാച്ചുറൽ ലോഗരിതം ഓഫ് റിയാക്ടന്റുമാണ്. നമ്മളത് ഇക്വേഷൻസ് പഠിക്കുന്ന സമയത്ത് അറിയാം. R വേഴ്സസ് T 0 ഓർഡറിനും നമ്മൾ അതിന്റെ റേറ്റ് ഇക്വേഷൻ പഠിക്കുമ്പോൾ നമുക്കറിയാം ഇത് LNR ആണ്, അല്ലെ? KT = 2.303 log initial concentration of product by final concentration എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഓർഡറിൽ പഠിക്കുന്നതാണ്. സോ 0 ഓർഡർ ആൻഡ് ഫസ്റ്റ് ഓർഡർ ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നിങ്ങൾ ഇക്വേഷൻസ് പഠിക്കുക മാത്രമല്ല ഇതിന്റെയൊക്കെ ഗ്രാഫ്
അതിന്റെയൊക്കെ റെലവൻസും പഠിക്കുക. അതിനുശേഷം 15ാമത് വന്നൊരു ചോദ്യം ഗ്രൂപ്പ് തിയറി റിലേറ്റഡ് ആയിട്ടാണ്. ഗ്രൂപ്പ് തിയറിന്ന് ഒത്തിരി അഡ്വാൻസ്ഡ് ആയിട്ടല്ല വന്നിരിക്കുന്നത്, ബേസിക് ആയിട്ടുള്ള പോയിന്റ് ഗ്രൂപ്പ് ഡിറ്റക്ഷൻ ആണ് തന്നിരിക്കുന്നതിനകത്ത്. ഡി ഇൻഫിനിറ്റി എച്ച് എന്ന് പറയുന്ന പോയിന്റ് ഗ്രൂപ്പ് കോമൺലി പറയുമ്പോൾ ആരെ ഓർമ്മ വരുന്നത്? കാർബൺ ഡൈ ഓക്സൈഡിനെയാണ്. ആ ഡി ഇൻഫിനിറ്റി എച്ച് വരുന്ന ഗ്രൂപ്പ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. HgCHഉം HCF2ഉം. അപ്പോ ഇത്തരത്തിലുള്ള ലീനിയർ ആയിട്ടുള്ള രണ്ട് പെയർ ഓഫ് മോളിക്യൂൾസിനെ നിങ്ങൾ കാണുമ്പോൾ അപ്പം ഇങ്ങനെ കോമൺ ആയിട്ട് C ഇൻഫിനിറ്റി V, D ഇൻഫിനിറ്റി H അങ്ങനത്തെയൊക്കെയുള്ള ചോദ്യം കൃത്യമായിട്ട് പഠിക്കുന്നത് നല്ലതായിരിക്കും. പോയിന്റ് ഗ്രൂപ്പ് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മുടെ ഫിസിക്കലി എന്ന് വന്നത് സോൾട്ട് ബ്രിഡ്ജിന്റെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യം വന്നിട്ടുണ്ട്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ സോൾട്ട് ബ്രിഡ്ജ്. ഫസ്റ്റ് പറഞ്ഞ ഓപ്ഷൻ ഇറ്റ് എൻഹാൻസസ് ദ റേറ്റ് ഓഫ് ദ റിയാക്ഷന്റെ റേറ്റ് കൂട്ടുന്നു. രണ്ടാമത്തത് ഇറ്റ് ക്യാൻ മിനിമൈസ് ദ ജംഗ്ഷൻ പൊട്ടൻഷ്യൽ കുറയ്ക്കുന്നു. മൂന്നാമത്തത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഇലക്ട്രോലൈറ്റ് ഇൻ എ ജെൽ. അപ്പോൾ ഇതിനകത്തുനിന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ഡിഗ്രി ലെവൽ പോലും പോകണ്ട, +2 നമ്മൾ പഠിച്ചതാണ്. സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത് മിക്സിംഗ് ഒഴിവാക്കാനാണ്. അപ്പൊ മിക്സ് ചെയ്താൽ ഇവിടെ ജംഗ്ഷൻ പൊട്ടൻഷ്യൽ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് മിനിമൈസ് ചെയ്യാനും. പൊതുവെ അത് സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ജെല്ലി ടൈപ്പ് മെറ്റീരിയൽ ആണ്, KCl പോലെയൊക്കെയുള്ള. ഏതൊക്കെ ഓപ്ഷൻ ആണ് കറക്റ്റ്? സെക്കൻഡ് ആൻഡ് തേർഡ് ആണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ കൈനറ്റിക്സിൽ നിന്ന്, അപ്പം ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം ഒരു +2 ലെവൽ ചോദ്യമായിരുന്നു. ഒരു റിയാക്ട് തന്നു KNO2Cl. NO2Cl ഗിവിങ് NO2 + Cl2 ആണ് ഇക്വേഷൻ. അതിന്റെ റേറ്റ് ഇക്വേഷൻ തന്നിട്ട് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് കണ്ടുപിടിക്കാനായിരുന്നു ചോദ്യം. ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു. റേറ്റ് ഇക്വേഷനിൽ KNO2Cl ആണ്. അവിടെ സ്ക്വയറോ കാര്യങ്ങളോ ഒന്നുമില്ല, ജസ്റ്റ് NO2Cl ആണ്. അപ്പൊ ഈ തന്നിരിക്കുന്ന റിയാക്ഷൻസിൽ റിയാക്ടന്റില് NO2Cl വിത്തൗട്ട് എനി സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് വരാത്ത ഒരു NO2Cl മാത്രമായിട്ട് റിയാക്ടന്റിന്റെ സൈഡിലുണ്ടോ? ഫസ്റ്റില് 2 ഉണ്ട്, സെക്കൻഡിൽ NO2Cl ഉള്ളൂ, തേർഡിൽ NO2Cl-ഉം Cl-ഉം ഉണ്ട്. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ ഇങ്ങനത്തെയൊക്കെ ഫിസിക്കൽ കെമിസ്ട്രിയുടെ കൈനറ്റിക്സ്, ഇലക്ട്രോ കെമിസ്ട്രി, തെർമോഡൈനാമിക്സ് ചോദ്യങ്ങളൊക്കെ ഏത് ഭാഗത്തു നിന്നാണ് വരുന്നത്? +2 ലെവലായിട്ടാണ് വരുന്നത്. ഇനി നമുക്ക് PG ലെവലിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ചോദ്യം ഇങ്ങനെയായിരുന്നു. ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് R⁻S ബിനാപ്പ് എന്നൊരു ലിഗാൻഡ് ഉണ്ട്. സ്റ്റീരിയോ കെമിസ്ട്രിയുടെ ഭാഗമായിട്ട് ബിനാപ്പ് എന്നൊരു ലിഗാൻഡ് ഉണ്ട്. അതിന്റെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണെന്നാണ് ചോദിച്ചത്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ കുറെ സ്റ്റേറ്റ്മെന്റ് ഇത് തന്നിട്ടുണ്ട്. ഇത് സ്റ്റീരിയോ സ്പെസിഫിക് ആയിട്ടുള്ള റിയാക്ഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വിൽക്കിൻസൺസ് ഹൈഡ്രജനേഷൻ എന്ന് പറഞ്ഞൊരു റിയാക്ഷൻ ഉണ്ട്. അതിലേക്ക് കറക്റ്റ് ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് കിട്ടാനായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ലിഗാൻഡ്, R ലിഗാൻഡ്, S ലിഗാൻഡ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. നമ്മൾ സ്റ്റീരിയോ കെമിസ്ട്രിയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും. അതിന്റെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നാണ്? ഇതിൽ ഈ പറഞ്ഞ പോലെ സ്റ്റീരിയോ സ്പെസിഫിക് ആയിട്ടുള്ള റിയാക്ഷൻസ് ഒക്കെ കിട്ടണമെങ്കിൽ സ്വാഭാവികമായിട്ടും സ്റ്റീരിയോജനിക് സെന്റർ ഉണ്ടാവണം. അതുപോലെ റിയാക്ഷൻ ബിറ്റ്വീൻ ഞാൻ ഓൾറെഡി സ്റ്റീരിയോ കെമിസ്ട്രിയുടെ ഡെമോയിൽ പറഞ്ഞിട്ടുണ്ട്. സ്റ്റീരിയോജനിക് സെന്റർ മാത്രം, അതായത് സ്റ്റീരിയോജനിക് സെന്റർ, കൈറാൽ സെന്റർ മാത്രമല്ല നമുക്ക് സ്റ്റീരിയോ കെമിസ്ട്രിയുടെ ഒരു മാനദണ്ഡം. ആക്സിസ് ആവാം, പ്ലെയിൻ ആവാം, ഹെലിസിറ്റി ആവാം. അപ്പൊ ഈ കൈറാൽ സെന്റർ ഉണ്ട്. കൈറാൽ സെന്റർ ഉണ്ടോ എന്ന് നോക്കുന്നു. അതുപോലെ നോ സ്റ്റീരിയോജനിക് സെന്റർ, അങ്ങനെയൊക്കെ ആയിരുന്നു ഓപ്ഷൻ. ഇവിടെ കൈറാൽ സെന്റർ കൊണ്ട് സ്റ്റീരിയോ കെമിസ്ട്രി ഉണ്ടാവുന്നതല്ല. ഇപ്പൊ രണ്ടാമത്തെ ഓപ്ഷൻ നോ സ്റ്റീരിയോജനിക് സെന്റർ എന്നാണ്. അതായത് ഒരു സ്റ്റീരിയോജനിക് സെന്റർ ഇല്ല. ദാറ്റ് മീൻസ് ആക്സിസ് ഇല്ല, പ്ലെയിൻ ഇല്ല, ഹെലിസിറ്റി ഇല്ല എന്നാണ്. അപ്പം അത് നമുക്ക് കോമൺ സെൻസിൽ തന്നെ പറയാം. ഈ ഒരു ലിഗാൻഡിന്റെ പ്രത്യേകത തന്നെ സ്റ്റീരിയോ സ്പെസിഫിക് റിയാക്ഷൻ ആണ്. അപ്പൊ ഉറപ്പായിട്ടും അവിടെ ഒരു സ്റ്റീരിയോജനിക് സെന്റർ ഉണ്ടാവും. അത് കൈറാൽ സെന്റർ ആവണമെന്നില്ല. കൈറാൽ ആക്സിസ് ആവാം, കൈറാൽ പ്ലെയിൻ ആവാം.
അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ കൈറാൽ സെന്റർ എന്നായിരുന്നു, അത് കൈറാൽ സെന്റർ അല്ല. ഇത് തന്നെയായിരുന്നു ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ സ്റ്റീരിയോ കെമിസ്ട്രിയിൽ ഇത്തരത്തിലുള്ള ഇതൊക്കെ മെയിൻ നമ്മൾ സ്റ്റീരിയോ കെമിസ്ട്രി പഠിച്ചു പോകുമ്പോൾ പറയുന്ന ലിഗാൻഡുകളാണ്. അപ്പൊ അതൊക്കെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യം തന്നെയാണ്. പിന്നെ വന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് റീഅറേഞ്ച്മെന്റ് ഗിവ് എ കൺസിഡറബിൾ എവിഡൻസ് ഫോർ സൈക്ലോപ്രൊപ്പൈൻസ്. അപ്പൊ കുറെ നെയിം റിയാക്ഷൻസ് നിങ്ങളുടെ സിലബസിലുണ്ട്. അപ്പം സൈക്ലോപ്രൊപ്പൈൻ ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യുന്ന റിയാക്ഷൻ ഏതാന്നായിരുന്നു ചോദ്യം. ഫവറോസ്കി തന്നു, പെനക്കോള് തന്നു, വൂൾഫ് തന്നു, കർഷ്യസ് തന്നു. വൂൾഫും കർഷ്യസ്, വൂൾഫിലാണെങ്കിൽ കാർബീനും, വൂൾഫില് കാർബീനും, കർഷ്യസില് നൈട്രീനുമാണ് ഇന്റർമീഡിയറ്റ്. നേരെ മറിച്ച് പിനക്കോളിലാവട്ടെ കാർബോ കാറ്റയോൺ ആണ്. ഓക്കെ, ഫവറോസ്കിയിലാണ് എന്ത് വരുന്നത്, കാർബാനോണിൽ നിന്നും സൈക്ലോപ്രൊപ്പൈൻ ഉണ്ടാകുന്നത്. അപ്പോൾ നെയിംഡ് റിയാക്ഷൻസ് എല്ലാം തന്നെ മെക്കാനിസം സഹിതം നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പിന്നെ ഒരു ചോദ്യം, ബെൻസിലിക് ആസിഡ് റീഅറേഞ്ച്മെന്റ് ഏത് മീഡിയത്തിലാണ് നടക്കുന്നത്? അപ്പൊ നമ്മൾ ഈ മെക്കാനിസം ഒക്കെ പഠിക്കുമ്പോൾ ചിലയിടത്ത് H+ ഇടും, ചിലയിടത്ത് OH- ഇടും. നമ്മൾ അതത്ര വലിയ റെലവൻസ് കൊടുക്കില്ല. അപ്പോൾ ഇങ്ങനത്തിലൊക്കെ റീഅറേഞ്ച്മെന്റിന്റെ കണ്ടീഷൻ ന്യൂട്രൽ ആണോ, ബേസിക് ആണോ, സ്ട്രോങ് അസിഡിക് ആണോ, ആ കാര്യമൊക്കെ ഒന്ന് നോക്കിക്കോണം. പിന്നെ വന്നിട്ടുള്ള ഒരു ചോദ്യം, ഹൗ മെനി നോട്ട്സ് ഇൻ ദ ലൂമോ ഓഫ് ഓർഗാനിക്കിൽ 135 ഹെക്സാട്രൈനിലെ ലൂമോ. അപ്പോൾ ലൂമോ ആണ് ലോവസ്റ്റ് അൺഒക്കുപ്പൈഡ്. അപ്പൊ 135 ഹെക്സാട്രൈനില് മൊത്തം Psi3, Psi4, Psi5, Psi6 ഇത് ഓർഡറിലങ്ങ് എഴുതുകയാണ്. എനർജി ലെവലിലല്ല എഴുതിയിരിക്കുന്നത്, 1, 2 മുകളിലോട്ട് സ്ഥലമില്ലാത്തതുകൊണ്ട്. അപ്പൊ മൊത്തം 6 ഓർബിറ്റലാണ്. 135 ഹെക്സാട്രൈനിൽ മൊത്തം 6 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ നെക്സ്റ്റ് Psi4, Psi5, Psi6 ആണ്. അപ്പൊ ഇവിടെ Psi3 വരെ ഒക്കുപ്പൈ ചെയ്തു. നമ്മളോട് ചോദിച്ചേക്കുന്നത് ലോവസ്റ്റ് അൺഒക്കുപ്പൈഡ്. അപ്പൊ ഏറ്റവും തന്നിരിക്കുന്നതിനകത്ത് അൺഒക്കുപ്പൈഡ് ആയിട്ടിരിക്കുന്ന ആരാ? Psi4, Psi5, Psi6. അപ്പൊ Psi4, Psi5, Psi6ലാവട്ടെ ലോവസ്റ്റ് എനർജി കുറവ് Psi4നാണ്. അപ്പൊ ഏതൊരു ഓർബിറ്റലിന്റെ നോഡ് കാണാൻ Psi4 ആണെങ്കിൽ അത് 4-1 3 നോട്ട്സ് ആണ്. Psi5 ആയിരുന്നെങ്കിൽ അത് 5-1 4 നോട്ട്സ് ആണ്. ഇത് ഒരു PG ലെവൽ ചോദ്യമാണ്. അപ്പൊ അങ്ങനത്തെ പിന്നെ ഒരു പ്യുവർ റൊട്ടേഷണൽ ആൻഡ് റൊട്ടേഷണൽ ബ്രാഹ്മൺ സ്പെക്ട്രം അങ്ങനത്തെയൊക്കെ കുറെ ചോദ്യമുണ്ട്. പിന്നെ നമുക്ക് കുറെ സ്പെക്ട്രോസ്കോപ്പി റിലേറ്റഡ് ചോദ്യങ്ങളുണ്ട്. അപ്പൊ ഇത്തരത്തിലൊക്കെയുള്ള ഒരു ചോദ്യമാണ് എവിടെ വന്നിരിക്കുന്നത്, നമ്മുടെ സയന്റിഫിക് ഓഫീസറുടെ ക്വസ്റ്റ്യൻസിൽ വന്നിരിക്കുന്നത്. പിന്നെ വുഡ്വർഡ് ഫീസർ റൂളിന്റെ ആപ്ലിക്കേഷൻസ്, അതൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ക്രൊമാറ്റോഗ്രഫി അതുപോലെ തന്നെ സ്പെക്ട്രോസ്കോപ്പി ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് പഠിക്കുന്നതാണ്. ഇതാണ് +2 ലെവല്, ഡിഗ്രി ലെവല്, PG ലെവൽ ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പൊ ഇത് ജസ്റ്റ് ഒരു ഡെമോ. വൺസ് നിങ്ങളുടെ റെഗുലർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇൻകംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് ഈ 100 ചോദ്യവും ഡിസ്കസ് ചെയ്ത് ഒരു പബ്ലിക് വീഡിയോ ആയിട്ട് ഇടാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് പാർട്ട് ഞാൻ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യാം. നമുക്കത് കുറച്ചും കൂടെ നല്ല രീതിയിൽ ചോദ്യ പേപ്പറിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. താങ്ക്